പാലക്കാട് രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഷാഫി പറമ്പിൽ MP ആയപ്പോൾ ഒഴിവന്ന നിയമസഭാ സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് MLA ആക്കി വാഴിച്ചത് ഷാഫി നേരിട്ട് തന്നെയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള ഈ യുവ നേതാവ് കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാകുമെന്ന് അന്ന് ഷാഫി ഉറച്ചു വിശ്വസിക്കുകയും പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് നാടകീയമായ സംഭവ വികാസങ്ങളാണ്. മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും പാർട്ടിയിൽ അരങ്ങേറുകയും ഒടുവിൽ മാങ്കൂട്ടം കോൺഗ്രസിൽ നിന്ന് പുറത്താകുകയും വരെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ തന്റെ തട്ടകമായ പാലക്കാട് ഇനി ആര് വരണമെന്ന് ഷാഫി പറമ്പിനും സംഘത്തിനും വലിയൊരു വെല്ലുവിളിയായി മാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനായിരുന്നു എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മാപ്രകളെ നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ലേ എന്ന് ചോദിച്ച് ആട്ടിവിടുന്ന മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ VK ശ്രീകണ്ഠൻ എന്ന MP കരാറിൽ ഇനി ആര് ഒപ്പുവെക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരവും രാഷ്ട്രീയ കേരളം തേടുന്നുണ്ട്. അന്ന് മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ച ഷാഫിയെ ഇന്ന് CPM വലിയ രീതിയിൽ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം മാങ്കൂട്ടം പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട്ടേക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കാനാണ് ഷാഫി ടീമിന്റെ നീക്കം. അത് മറ്റാരുമല്ല, സിനിമാ താരം രമേശ് പിഷാരടിയാണ്. തൃപ്പൂണിത്തറയിൽ പിഷാരടി മത്സരിക്കുമെന്ന വാർത്തകൾ സജീവമായിരുന്നുവെങ്കിലും ഷാഫി ടീമിന്റെ പ്രത്യേക താല്പര്യപ്രകാരം പിഷാരടി പാലക്കാട് മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതേസമയം ഇവിടെ മുതിർന്ന നേതാവ് K മുരളീധരൻ മത്സരിക്കണമെന്ന നിലപാടിലാണ് VK ശ്രീകണ്ഠൻ. എന്താണെങ്കിലും മനോരമയിലെ ഓൺലൈനിൽ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ ആദ്യഘട്ട പട്ടികയിൽ പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടിയുടെ പേര് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 40 മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരുകൾ മാത്രം നൽകിയ പട്ടികയിൽ പിഷാരടിയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡും ഇതിനനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പാലക്കാട് പോലെ ഒരു VIP മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന്റെ ജനപ്രീതി നിലനിർത്താൻ പിഷാരടിയെപ്പോലെ ഒരു മുഖം അനിവാര്യമാണ് എന്ന് ഷാഫി പക്ഷവും കരുതുന്നുണ്ട്. മുമ്പ് താൻ കൈപിടിച്ചുയർത്തിയ ആൾ തന്നെ പടിക്ക് പുറത്തായ സാഹചര്യത്തിൽ ഇനി പാലക്കാട് കോട്ട കാക്കാൻ വിശ്വസ്തനായ ഒരാൾ തന്നെ വേണമെന്ന നിർബന്ധത്തിലാണ് ഷാഫിയും. പിഷാരടിയുടെ വരവ് പാലക്കാട്ടെ വോട്ട് ബാങ്കിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഷാഫിയും സംഘവും ഒരു വശത്തും മുരളീധരന് വേണ്ടി വാദിക്കുന്നവർ മറുവശത്തുമായി നിൽക്കുമ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.